തേർഡ് മൊഡ്യൂള് സെറ്റ് തിയറി. ഫസ്റ്റ് ഡെഫിനിഷൻ ആൻഡ് നൊട്ടേഷൻ. എന്താണ് സെറ്റ്, അതിൻ്റെ നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. എ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇനി വെറുതെ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഓരോ ഒബ്ജക്റ്റും എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള രണ്ട് ഒബ്ജക്റ്റുകൾ വരത്തില്ല, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരത്തില്ലെന്നാണ് അതിൻ്റെ മീനിങ്. സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അതൊരു സെറ്റാണ് അല്ലേ. ഇപ്പം നമ്മുടെ ക്ലാസ്, ആ ക്ലാസ് എന്ന് പറയുന്നൊരു സെറ്റാണ്. സെറ്റിൻ്റെ അകത്ത് വരുന്ന എന്താ, സ്റ്റുഡൻസ് ആണ് അല്ലേ. പിന്നെ എന്താണ്, ട്രീസ് ഇൻ എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട്, നമ്മുടെ കോളേജ് കോമ്പൗണ്ടിലുള്ള ട്രീസ്, അതൊരു സെറ്റായിട്ട് വരാം. ആൽഫബറ്റിക് ലെറ്റേഴ്സ്, അതൊരു സെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സ്, അതൊരു സെറ്റാണ്. അങ്ങനെ വരുന്ന വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അതുപോലെ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റും ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ സെറ്റിൻ്റെ അകത്തുമുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്സ്. ഓരോ സെറ്റിൻ്റെ അകത്തുമുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സെറ്റാന്ന് പറഞ്ഞു. ആ ക്ലാസ്സിലുള്ള ഓരോ സ്റ്റുഡൻസിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുക, എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ എലമെൻറ്റ്സ് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ഉണ്ടാകുന്നത്. സാധാരണയായിട്ട് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ABCD തുടങ്ങുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സെറ്റിൻ്റെ അകത്തുള്ള എലമെൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സ്മോൾ ലെറ്റർ ABC വെച്ചിട്ട്. സ്മോൾ ലെറ്റർ എലമെൻസിനെയും ക്യാപിറ്റൽ ലെറ്റർ സെറ്റിനെയുമാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെറ്റിനെ നമ്മൾ എഴുതുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു ഫ്ലവേർഡ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിനുള്ളിലായിരിക്കും സെറ്റിനെ എഴുതുന്നത്. ഇനി ആ സെറ്റിൻ്റെ അകത്തുള്ള ഓരോ എലമെൻസിനെ നമ്മൾ എങ്ങനെയാണ്, പഞ്ച്വേഷൻ മാർക്ക് അല്ലെങ്കിൽ കോമ വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കും, സെപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. The symbol epsilon is used to indicate whether a particular object is an element of set. അവിടെ ഒരു ഈ പോലത്തെ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്, അതിന് നമ്മൾ പറയുന്ന പേര് എപ്സിലോൺ എന്നാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റ് ആ സെറ്റിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ആരാണ്, ഈ എപ്സിലോൺ ആണ്. If X is an element of set A, then is denoted at S എപ്സിലോൺ A എന്നാണ് നമ്മൾ എഴുതുന്നത്. എക്സ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എഴുതുന്നത് എങ്ങനെയായിരിക്കും, എക്സ് എപ്സിലോൺ A. അത് നമ്മൾ എക്സ് എപ്സിലോൺ A എന്നല്ല വായിക്കുന്നത് എങ്ങനെയാണ്, എക്സ് ഈസ് ആൻ എലമെൻ്റ് ഓഫ് A. എക്സ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ അകത്തെ എലമെൻ്റ് ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തെ എലമെൻ്റ് അല്ല എങ്കിൽ നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് A എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സിലോണിൻ്റെ മണ്ടേ കൂടെ ഒരു വെട്ടും കൂടെ, ഒരു വരയും കൂടെ, ആ വര ഇവിടെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ശരിക്കാണ് വന്നത്. ഫോർമാറ്റ് മാറുമ്പം ഇത് നമ്മൾ വേറൊരു ആപ്പിലേക്ക് മാറ്റുന്നതുകൊണ്ട് എന്ത് ചെയ്തു, ഫോർമാറ്റ് മാറിയത് കൊണ്ട് ആ വര ഇച്ചിരി ചേഞ്ച് ചെയ്താണ് കിടക്കുന്നത്. ആ എപ്സിലോണിൻ്റെ മണ്ടയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ വര വരയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ് എന്ന് പറയുന്നത് എയുടെ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് എലമെൻ്റ് അല്ല. എക്സാമ്പിൾ എടുക്കുക, A എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് AEIOU ആണ്. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, സ്മോൾ ലെറ്റർ A ബിലോങ്സ് ടു A എന്ന് എഴുതാം അല്ലേ. സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് എന്താണ്, A എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ അകത്തുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, A എപ്സിലോൺ A ബിലോങ്സ് ടു A എന്ന് എഴുതാം. നോക്കിയാൽ B എന്ന് പറയുന്ന ഒരെണ്ണം അതിൻ്റെ അകത്തുണ്ടോ, B എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ടോ, ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, B നോട്ട് ബിലോങ്സ് ടു A എന്ന് എഴുതാം. നോട്ട് ബിലോങ്സ് ടു എഴുതുമ്പോൾ എപ്സിലോൺ എഴുതിയിട്ട് ഒരു വെട്ട് വെട്ടുക കേട്ടോ. നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്നുള്ള കാര്യം അല്ലേ. ഇൻ എ സെറ്റ് ഓഫ് സെയിം എലമെൻറ്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. എന്താണ്, AEIOU വീണ്ടും AE വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല. ഒരു സെറ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല. അതുപോലെ തന്നെ സെറ്റിനെ നമ്മൾ എഴുതുന്ന ഒരു ഓർഡറിലായിരിക്കും. AEIOU ആ ഒരു ഇൻക്രീസിങ് ഓർഡറല്ലേ, അതുപോലെ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിനെ എഴുതുന്നത്. നെക്സ്റ്റ് വരുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. നമുക്ക് 3 തരത്തിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നാമത്തേത് റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലേഷൻ മെത്തേഡ്, രണ്ടാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്, മൂന്നാമത്തേത് റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ്.
ഒന്നാമത്തേത് റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ്. ഇൻഡിക്കേറ്റിംഗ് എ സെറ്റ് ബൈ ലിസ്റ്റിംഗ് ഇറ്റ് എലമെൻറ്റ്സ് ഇൻസൈഡ് ദ ഫ്ലവർ ബ്രാക്കറ്റ്. എന്താണ് നമ്മൾ കേളി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഫ്ലവർ ബ്രാക്കറ്റിനുള്ളിൽ എലമെൻറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലേഷൻ മെത്തേഡ് എന്ന് പറയുക. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ മെത്തേഡാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10, 10നേക്കാളിലും ചെറുതായിട്ടുള്ള ഓഡ് നമ്പറുകളുടെ സെറ്റ് എന്ന് വെച്ചാൽ അത് ഏതൊക്കെ വരും, 1, 3, 5, 7 അല്ലേ. അതിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഫ്ലവർ ബ്രാക്കറ്റിനാണ് അതിനകത്തെ എലമെൻറ്റ്സിന് എന്ത് ചെയ്തു, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. എലമെൻറ്റ്സ് ആർ സെറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അകത്ത് എലമെൻറ്റ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെ ബ്രാക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. എക്സാമ്പിൾ, എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 20. അതൊരു എന്താണ്, സെൻറ്റൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്രേസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ്. എ കോമൺ പ്രോപ്പർട്ടി ഓഫ് എലമെൻറ്റ് ഇൻ എ സെറ്റ് ഈസ് ഡിവൈഡ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ്സ്. ഇവിടെയും എന്താണ്, ഒരു ബ്രാക്കറ്റ്സ് കാണും. ആ ബ്രാക്കറ്റിന് ഉള്ളിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കും അല്ലേ. ഒരു ബ്രാക്കറ്റിനുള്ളിൽ എക്സ് such that x is an odd element, x is a natural number less than 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ട്, അതെന്താണ് 20നേക്കാളിലും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ വരും, 1, 2, 3, 4 അങ്ങനെ 20 വരെ വരും അല്ലേ. അങ്ങനെ 1, 2, 3, 4, 20 വരെ എഴുതുന്നതിന് പകരം എന്താ, അതിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി മാത്രം അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അതിനൊരു ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്നു. അടുത്തതാണ് ഫോംസ് ഓഫ് സെറ്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സെറ്റ് എന്ന് പറയും. പല തരത്തിലുള്ള സെറ്റുകളുണ്ട്. ഒന്നാമത്തേതാണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ആർ കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ഒരു സെറ്റിൻ്റെ അകത്ത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നത്ര അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. അതിൻ്റെ നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഫൈനൈറ്റ് സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എൻ ഓഫ് എ. എ എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എൻ ഓഫ് എ എന്നായിരിക്കും. എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് അല്ലേ. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ സെറ്റ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൈറ്റ് സെറ്റാണ്. അതിൻ്റെ അകത്ത് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഓപ്പോസിറ്റ് അല്ലേ. ഒരു സെറ്റിൻ്റെ അകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. എക്സാമ്പിൾ ഓഫ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് പോസിറ്റീവ് നമ്പർ എവിടെയെങ്കിലും അവസാനിക്കുന്നുണ്ടോ, അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുക. അടുത്തതാണ് നൾ സെറ്റ് ഓർ എം ടി സെറ്റ്. എ സെറ്റ് വിത്തൗട്ട് എനി എലമെൻറ്റ് ഈസ് കോൾഡ് നൾ സെറ്റ് ഓർ എം ടി സെറ്റ്. ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നൾ സെറ്റ് എന്ന് പറയുക. നൾ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു കേളി ബ്രാക്കറ്റ്, അതിൻ്റെ അകത്ത് ഒന്നുമില്ലാതെ വരുന്നത്. പിന്നെന്താണ്, ഫൈ എന്ന് പറയുന്ന ഒരു സിമ്പിൾ, അതിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ സപ്പോർട്ട് ചെയ്യാത്തതാണ് കേട്ടോ, ഒരു സ്ക്വയർ കിടക്കുന്ന പോലെ. ഒരു ഫൈ, ഒരു 0 ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു വര വരയ്ക്കുന്നത്, അതാണ് ഫൈ എന്ന് പറയുന്നത് അല്ലേ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ്, എക്സ് ഈസ് ദ പോസിറ്റീവ് നമ്പർ ലെസ് ദാൻ 0 അല്ലേ. ലെസ് ദാൻ 0നേക്കാളിലും കുറവായിട്ടുള്ള പോസിറ്റീവ് നമ്പർ ഉണ്ടോ, ഇല്ല. അതൊരു എം ടി സെറ്റ്, അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ല. ഇനി ഒരു കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് 0 എന്ന് നമ്മൾ എഴുതി വെച്ചു, അതൊരു എം ടി സെറ്റ് ആണോ, അല്ല. കാരണം എന്താ, അതിൻ്റെ അകത്ത് 0 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരു എം ടി സെറ്റ് അല്ല. ഒരു സെറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, നൾ സെറ്റ് അല്ല, എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ല. അതിൻ്റെ അത് വെറുതെ ബ്രാക്കറ്റ് മാത്രം ഇടുവാണെങ്കിൽ അതെന്താവുള്ളൂ, നൾ സെറ്റ് ആവത്തുള്ളൂ. ബി ഈസ് ഈക്വൽ ടു, അവിടെ ആ സിമ്പിൾ വന്നിരിക്കുന്ന ഫൈ ആണ് കേട്ടോ, 0 ഇട്ടിട്ട് ഒരു വരയിടുന്നത്. ഫൈ ആണ്, സപ്പോർട്ട് ചെയ്യാത്തതാണ്. ഫൈ ഒരു ബ്രാക്കറ്റിൻ്റെ അത് ഫൈ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതും എന്താവത്തില്ല, എം ടി സെറ്റ് ആവത്തില്ല. അതിൻ്റെ അത് കാരണം എന്താ, സെറ്റ് ഓഫ് ഓൾ എം ടി സെറ്റ് ആണെന്ന് പറയാം ഫൈ എന്ന് വരുന്നത്. അടുത്തതാണ് യൂണിറ്റ് സെറ്റ് ഓർ സിംഗിൾട്ടൺ സെറ്റ്. ഒരു സെറ്റിൻ്റെ അകത്ത് ഒറ്റ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ ടൺ സെറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് സെറ്റ് എന്ന് പറയുക.
ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് 54 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉള്ളൂ അല്ലേ. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എന്ന് പറയുന്നത് എത്ര 1, എൻ ഓഫ് എ എന്ന് പറയുന്നത് 1 ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. The set A is a subset of B if and only if all the elements of A are elements of B. എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന ഒരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ എക്കകത്തുള്ള എല്ലാ എലമെൻസും എന്തുള്ളതായിരിക്കണം? ബിക്കകത്ത് ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എയിനെ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. എക്സാമ്പിള്, എ സെറ്റ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ ഇസ് എ subset of all പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പറിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയുക സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10, അല്ലെങ്കിൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പർ എന്ന് പറയുന്നത് എല്ലാ പോസിറ്റീവ് നമ്പറിൻ്റെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരുന്നതാണ് അല്ലേ. ഇനി നമ്മൾ അതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് അതിനെ വായിക്കുന്നത്. ഇനി എന്താണ്, അതിനൊരു വെട്ടും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് അല്ല എന്ന് പറഞ്ഞാൽ എക്കകത്തുള്ള എലമെൻറ്റ്സ് ബിയിലെ എലമെൻറ്റ്സ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കകത്തെ എലമെൻറ്റ്സ് എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? ബിക്കകത്തെ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബീനെ നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ് എന്ന് പറയും. ബീനെ സൂപ്പർ സെറ്റ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ സൂപ്പർ സെറ്റാണ് എന്ത്? ബി. ഇനി സൂപ്പർ സെറ്റ് അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ബി നോട്ട് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. അതിൻ്റെ നൊട്ടേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോപ്പർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എ സബ്സെറ്റ് വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 element ലെസ് ദാൻ ദ എലമെൻറ്റ് ഇൻ സൂപ്പർ സെറ്റ് ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ്. സൂപ്പർ സെറ്റിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും കുറവുള്ള സബ്സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. നൾ സെറ്റും അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഏതാണോ അതും എന്ത് ചെയ്യും? എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റായിട്ട് വരുന്നതാണ്. അടുത്തതാണ് പവർ സെറ്റ്. പവർ സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ദി സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് പവർ സെറ്റ്. എന്താണ്? ഒരു സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും, ഒരു സെറ്റിൻ്റെ അകത്തുനിന്ന് കുറേ സബ്സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അങ്ങനെയുള്ള ആ സബ്സെറ്റുകളുടെ എല്ലാം കൂടെ കളക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് പവർ സെറ്റ് എന്ന് പറയുക. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുന്നു. അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എയും ബിയുമാണ്. അതിന് പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകൾ എന്ന് പറയുന്നത് ഏതാണ്? 5. ഇതാണ് കേട്ടോ 5യുടെ സിമ്പിൾ. 5 എന്ന് പറയുന്നതല്ലേ നൾ സെറ്റ്. നൾ സെറ്റ് എന്താണ്? എല്ലാത്തിൻ്റെയും സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 5, പിന്നെ എ, ബി, പിന്നെ എ ബി. 5ഉം ആ സെറ്റും തന്നെ എന്താ? എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകളെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇതാണ് എന്തെന്ന് പറയുക? അതിൻ്റെ സബ്സെറ്റുകൾ എന്ന് പറയുക. അപ്പോൾ ഈ സബ്സെറ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുക. അപ്പോൾ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ പവർ സെറ്റ് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെയാണെങ്കിൽ 5 വരും, എ വരും, ബി വരും, എ ബി വരും. അതാണ് അതിൻ്റെ പവർ സെറ്റ്. ഇനി ഒരു സെറ്റിൻ്റെ അകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിൻ്റെ അകത്ത് എത്ര എണ്ണം കാണും? 4 സബ്സെറ്റുകൾ കാണും. ഇനി അതുപോലെ തന്നെ ഒരു സെറ്റിൻ്റെ അകത്ത് 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ് കാണും? 16 സബ്സെറ്റ് കാണും. എന്ന് വെച്ചാൽ ഒരു സെറ്റിൻ്റെ അകത്ത് m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2m സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഒരു സെറ്റിൻ്റെ അകത്ത് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2m ആയിരിക്കും. അടുത്തതാണ് യൂണിവേഴ്സൽ സെറ്റ് ഓർ മാസ്റ്റർ സെറ്റ്. When we consider a set A, we assume that there exists another set U. എന്താണ്? നമ്മൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ യു എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഉണ്ടെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? യുവിൻ്റെ അകത്തെ എല്ലാ എലമെൻറ്റ്സോ അല്ലെങ്കിൽ യുവിൻ്റെ അകത്തെ കുറച്ച് എലമെൻറ്റ്സോ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? എ എന്ന് പറയുന്ന സബ്സെറ്റിനെ ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യുവിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ സെറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഈക്വൽ സെറ്റ് ഓർ ഐഡൻറ്റിക്കൽ സെറ്റ്.
ടു ഓർ മോർ സെറ്റ് ഹാവ് എക്സാക്ട്ലി സെയിം എലമെൻറ്റ്സ് ദെൻ ദേ ആർ കോൾഡ് ഈക്വൽ സെറ്റ് ഓർ ഐഡൻറ്റിക്കൽ സെറ്റ്. രണ്ട് സെറ്റിൻ്റെ അകത്ത് ഒരേ എലമെൻറ്റ്സ് തന്നെയാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഈക്വൽ സെറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ സെറ്റ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ഈക്വൽ ടു ബി എന്നാണ്. ഇവിടെ നോക്കിയാൽ സെറ്റ് എയ്ക്കകത്തും എ ബി സി ഡി, ബിക്കകത്തും എ ബി സി ഡി. ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും ഒരേ എലമെൻ്റ് അല്ലേ ഉള്ളത്? കൂടുതൽ എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തേലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉള്ള സെറ്റിനെയാണ് നമ്മൾ ഈക്വൽ സെറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ സെറ്റ് എന്ന് പറയുക. അടുത്തതാണ് ഇക്വലൻറ്റ് സെറ്റ്. If two elements A and B are equivalent set if both them are contain exactly equal number of elements. അതായത് എലമെൻറ്റ്സ് സെയിം ആകണം എന്നില്ല, അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതെന്തായാൽ മതി, സെയിം ആയിരിക്കണം. അതായത് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി. എക്സാമ്പിൾ എ എന്ന് പറയുന്നത് എന്താണ്? 1 2 3. ബി എന്ന് പറയുന്നത് എ ബി സി. രണ്ടിൻ്റെ അകത്തും എത്ര എലമെൻറ്റ്സ് വെച്ച് എത്രയുണ്ട്? 3 എലമെൻറ്റ്സ് വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ളതിനെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിട്ടുള്ളതിനെയാണ് ഇക്വലൻറ്റ് സെറ്റ് എന്ന് പറയുക. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡബിൾ ഹെഡഡ് ആരോ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഡിസ്ജോയിൻറ്റ് ആൻഡ് ജോയിൻറ്റ് സെറ്റ്. ടു സെറ്റ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ് ഇഫ് ദേ ഹാവ് നോ എലമെൻറ്റ്സ് ഇൻ കോമൺ. രണ്ട് സെറ്റ് എയും ബിയും രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് പോലും കാണരുത്. ഡിസ്ജോയിൻറ്റ് സെറ്റിന് പറയുന്ന വേറൊരു പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് സെറ്റ്. നോക്കിയാൽ എ എന്ന് പറയുന്ന സെറ്റ് 1 3 5 7 9, ബി എന്ന് പറയുന്ന സെറ്റ് 2 4 6 8 10. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കോമൺ ആയിട്ടൊന്നും ഇല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുക. അപ്പോൾ എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 1 എലമെൻ്റ് എങ്കിലും കോമൺ ആയിട്ട്, ഒരു എലമെൻ്റ് എങ്കിലും കോമൺ ആയിട്ടുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ജോയിൻറ്റ് സെറ്റ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് സെറ്റ് എന്ന് പറയുക. ഓക്കെ, സെറ്റ് എ ഈസ് ഈക്വൽ ടു എ ബി സി ഡി ഇ. ബി എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു. ഇവിടെ എന്താണ്? ഇ എന്ന് പറയുന്നത് രണ്ടിൻ്റെ അകത്തും കോമൺ ആണ്. ഒരു എലമെൻ്റ് എങ്കിലും കോമൺ ആയിട്ട് വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ജോയിൻറ്റ് സെറ്റ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് വെൻ ഡയഗ്രാം. പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റെക്റ്റാങ്കിൾ ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ വെച്ചിട്ടും, ഇനി യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് വരുന്ന സെറ്റുകളെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സർക്കിൾ വെച്ചിട്ടും, ഇനി ഓരോ സെറ്റിൻ്റെ അകത്തും വരുന്ന എലമെൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ട് വെച്ചിട്ടും ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, സെറ്റിനെ സർക്കിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ആ സർക്കിളിനകത്ത് ഓരോ ഡോട്ട് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ, യു എന്ന് പറയുന്ന ഒരു സെറ്റ്, എ ബി സി ഡി ഇ എന്ന് പറയുന്ന സെറ്റ്, എ എന്ന് പറയുന്നത് ഏതാണ്? എയും ബിയുമാണ്. ബി എന്ന് പറയുന്നത് സിയും ഡിയും ആണ്. അങ്ങനെയാണ് എങ്കിൽ എയും ബിയും എന്താ? ഡിസ്ജോയിൻറ്റ് സെറ്റ്. അതിൻ്റെ അകത്ത് കോമൺ ആയിട്ടൊന്നും ഇല്ല അല്ലേ? ഇനി അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ റെക്റ്റാങ്കിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിൻ്റെ അകത്തുള്ള ഓരോ സെറ്റിനെയും എയിനെയും ബിനെയും എന്ത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. എയ്ക്കകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ട് എ ഡോട്ട് ബി അല്ലെ? രണ്ട് ഡോട്ടുകൾ വെച്ച്. ബിക്കകത്തുള്ളത് സിയും ഡിയും ആണ്. അതിനെ നമ്മൾ ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത് രണ്ടിൻ്റെ അകത്തും കോമൺ ആയിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഇതിനെ ഡിസ്ജോയിൻറ്റ് സെറ്റ്. അടുത്ത പറഞ്ഞെടുത്തേ യൂണിവേഴ്സൽ സെറ്റ് എ ബി സി ഡി ഇ തന്നെയാണ്. ഇനി എയ്ക്കകത്ത് വരുന്ന എലമെൻറ്റ്സ് ഏതാ? എയും ബിയും സിയും ആണ്. ബിക്കകത്ത് വരുന്ന സിയും ഡിയും ഇയും ആണ്. ഇവിടെ എന്താണ്? സി എന്ന് പറയുന്നത് കോമൺ ആണ്, അതുകൊണ്ട് അതെന്താണ്? ജോയിൻറ്റ് സെറ്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? എയും ബിയും സിയും ഉണ്ട്. ആ സി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനകത്തും കോമൺ ആണ്, അതുകൊണ്ട് രണ്ട് സെറ്റിനും കോമൺ ആയിട്ട് ഒരു സീനെ എഴുതുള്ളൂ. അല്ലാതെ എയ്ക്കകത്ത് എ ബി സി എന്ന് എഴുതത്തില്ല, സിക്കകത്ത് സി ഡി ഇ എന്ന് എഴുതത്തില്ല. കോമൺ ആയിട്ട് ഒരു സി എഴുതും. അതിനെ രണ്ട് സെറ്റിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും? ഷെയർ ചെയ്തെടുക്കുമായിരിക്കും. ഇങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർലാപ്പിംഗ് സെറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. First question, let A is equal to A, B, C, D. Write down set of all subset of A. എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ബി സി ഡി ആണ് അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എയുടെ സബ്സെറ്റുകളെല്ലാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സബ്സെറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ? 5 ആണ് അവിടെ സപ്പോർട്ട് ചെയ്യാത്തത്. 5 പിന്നെന്താണ്? എയും ബിയും സിയും ഡിയും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓരോ എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള സെറ്റ് ഉണ്ടാക്കാം. പിന്നെന്താണ്? 2 എലമെൻറ്റ്സ് എ ബി എ സി എ ഡി എന്നെഴുതാം. അടുത്ത എന്താണ്? ബി സി ബി ഡി സി ഡി. അടുത്തത് ഏതാണ്? എ ബി സി എ ബി ഡി ബി സി ഡി
ACD, പിന്നെ ഏതാണ് ABCD. ഇത്രയുമാണ് അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകൾ. നമ്മളെപ്പോഴും എഴുതുമ്പം AC എന്നൊരു സെറ്റ് എഴുതി, തിരിച്ച് വേറെ എന്താ CA എന്നൊരു സെറ്റ് എഴുതരുത്. കാരണം നമ്മൾ പറഞ്ഞു സെറ്റിൻ്റെ അകത്ത് എന്തായിരിക്കും, എല്ലാം ഡിസ്ജോയിൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എയും സി എന്ന് എഴുതിയാലും സി എന്നും എ എന്ന് പറഞ്ഞ് എഴുതിയാലും എന്താണ് ഒരേപോലെയാണ്. അതുകൊണ്ട് AC എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതിയിട്ട് വീണ്ടും പോയിട്ട് CA എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതരുത്.